ഹായ് ഹലോ നമസ്കാരം. ഇതാ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെ ആദ്യം റെഡിയാക്കി പോകാൻ പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുള്ളിച്ചാട്ടമാണ്. അതുകൊണ്ട് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അത്ത ആശംസകൾ. അങ്ങനെ നല്ലൊരു പൊന്നോണക്കാലവും കൂടി വന്നു ചേർന്നിരിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് പൊന്നോണ ആശംസകൾ കേട്ടോ. ഇവിടെ UAE നല്ല ആഘോഷങ്ങളാണ്. ചിങ്ങം 1 തൊട്ട് ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്തു. ചിങ്ങം തീർന്ന് കന്നിയായാലും സത്യത്തിൽ ഇവിടുത്തെ ഓണാഘോഷങ്ങൾ തീരാറില്ല കേട്ടോ. കേരളീയരായ മലയാളികളുള്ളിടത്രയും കാലം ഓണാഘോഷങ്ങൾ തകൃതിയായിട്ട് നടക്കില്ല. അതുപോലെയാണ് ഇവിടുത്തെ കാര്യം. ഇനിയിപ്പോൾ ഇപ്പോഴും ഓരോടത്ത് ഓണാഘോഷ പ്രോഗ്രാമുകളാണ്. കടല മേടിക്കാൻ പോവാണോ? ആഹാ, പിന്നെ എന്നൊക്കെയാ മേടിക്കുന്നേ? മമ്മയോട് പറഞ്ഞു. എന്നതാ എന്നതാ? കാപ്പി മേടിക്കാൻ പോവാണോ? എന്നാ മേടിക്കാൻ പോവാന്ന്? അതെ ജൂലെ, എന്നാ മേടിക്കാൻ പോവാ ജൂലെ? ആണോ? ജസ് പിന്നെ എവിടേക്കാ പോകുന്ന മേടിക്കാൻ? എവിടെയാ പോണേ? മാളിലാണോ? എവിടെയാ ജൂലെ പോണേ? മാളിൽ പോവാണോ? അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ഇതാ നമ്മൾ നടന്നു പോവാണ്. അവരെന്താ പറഞ്ഞ് ഒരാൾക്ക് കടല മേടിക്കാൻ, ഒരാൾ എന്ത് മേടിക്കാനാണ് പോണേന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ആദ്യം തന്നെ ചായ കുടിക്കാം എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഇവരിപ്പോൾ ജ്യൂസ് വേണമെന്നൊക്കെ പറഞ്ഞ് അതാണ് ഓർഡർ ചെയ്യാൻ നിൽക്കുന്നത്. ജസ്ലിന് മെനു കാർഡ് കിട്ടാത്തതിൻ്റെ സങ്കടത്തിലാണ്. ജസ്റ്റ് ചെറിയൊരു പിണക്കായിട്ട് ജസ്റ്റിൽ ഇരിക്കുക കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിയാക്കി. അങ്ങനെ അവസാനം അവർ ടെൻഡർ കോക്കനട്ടിൻ്റെ ജ്യൂസാണ് അവർക്ക് വേണമെന്ന് പറഞ്ഞു. രഞ്ജിത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു നല്ല ചായ അതേ തന്നെ ഉറച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ അതിന് വേണ്ടി പോയത് തന്നെ കേട്ടോ. പിന്നെ കുറച്ച് കടികളൊക്കെ ഓർഡർ ചെയ്തു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ജുവലിന് പരിപ്പോടെയാണ് ഏറ്റവും ഫേവറേറ്റ്. അതുകൊണ്ട് ജുവൽ പരിപ്പോട തന്നെ ആദ്യം എടുത്തു. പക്ഷേ ജസ്ലിന് ഇഷ്ടം ബോണ്ടയായിരുന്നു. പക്ഷേ ഓർഡർ ചെയ്തിട്ട് ബോണ്ട കിട്ടിയില്ല. ബോണ്ട ഇന്ന് ഇല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് കാടമുട്ടയിൽ അഡ്ജസ്റ്റ് ചെയ്തു. കിളിക്കൂടുന്ന ഒറ്റ കേട്ടോ ഈ സ്നാക്കിൻ്റെ പേര് പറഞ്ഞ്. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ഡെക്കറേഷൻസും കളർഫുള്ളും ഒക്കെ ആയിട്ടുള്ളതാണ് ജസ്ലിന് ഇഷ്ടം. അതുകൊണ്ട് പിന്നെ അവൾ അതേ തന്നെ പിടിച്ചു. പക്ഷേ കുറച്ച് കഴിച്ചുള്ളൂ, അവിടെ ബാക്കി വെച്ചു. പിന്നെ പഴംപൊരിയിലേക്ക് കയറി. ഞാൻ ഈ കഴിക്കുന്നത് അരിമാവിൽ ചിക്കൻ നിറച്ചേക്കുന്ന കേട്ടോ. എന്നിട്ട് ആവി കയറ്റിയതാണ്. നല്ലതാട്ടോ. ഹെൽത്തി ഫുഡൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. എണ്ണയെ ഫ്രൈ ചെയ്തതല്ല, ആവി കയറ്റിയതാണ്. പിന്നെ എൻ്റെ ചായ കിട്ടി, നല്ല അടിച്ച് പതപ്പിച്ച നല്ല ചായയായിരുന്നു. ചായ കുടിച്ചപ്പോൾ എനിക്ക് സമാധാനമായി. പിന്നെ അവർ ജ്യൂസ് കുടിക്കുക. ജ്യൂസ് കുറച്ച് തണുപ്പ് കൂടുതലായിരുന്നു. അതുകൊണ്ട് പതിയെയാണ് കുടിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി മാളിലെത്തി. മാളിൽ വന്നപ്പോൾ കുറേ ഫ്ലവേഴ്സ്, ഇന്ന് കുറേ ഫ്ലവറുകളുണ്ടായിരുന്നു ഇവിടെ. ഒരുപാട് ഫ്ലവറുകൾ. അവിടെ നിന്ന് രണ്ടുപേരെയും കൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിക്കാൻ കുറച്ച് പാടുപെട്ടു. എന്നാലും കുഴപ്പമില്ല, 2-3 കിട്ടി. അത് കഴിഞ്ഞ് മാളിൽ കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വീട്ടാവശ്യത്തിനുള്ളത് അതൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.